നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 മെയ് മാസം 3-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിലെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ഇന്ധന വില വർധനയിൽ പ്രതിഷേധം കനക്കുന്നതിനിടെ വില കൂട്ടാൻ സമ്മർദ്ദം ശക്തമാക്കി പൊതുമേഖല എണ്ണ കമ്പനികൾ. പെട്രോൾ, ഡീസൽ വില 4 മുതൽ 5 രൂപ വരെ വർദ്ധിപ്പിച്ചേക്കും. ഇത് സംബന്ധിച്ച ചർച്ചകളൊക്കെ തന്നെ ആരംഭിച്ചതായിട്ട് കേന്ദ്ര സർക്കാർ അറിയിച്ചു. പെട്രോൾ, ഡീസൽ വില ലിറ്ററിന് 4 മുതൽ 5 രൂപ വരെ വർദ്ധിപ്പിച്ചേക്കും. ഗാർഹിക LPGക്ക് 50 രൂപ വരെ വില വർധനവിന് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. രാജ്യത്ത് പെട്രോൾ, ഡീസൽ വില കൂട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുമ്പോഴും പ്രതിസന്ധി രൂക്ഷമെന്നാണ് കേന്ദ്ര ധനമന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത വെല്ലുവിളി സൃഷ്ടിക്കുന്നുവെന്നാണ് മുന്നറിയിപ്പ്. ഗൾഫ് മേഖലയിലെ എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങളുടെ തകർച്ച ഇന്ധന വിതരണത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഈ പ്രതിസന്ധി നീണ്ടുപോയാൽ പെട്രോൾ, ഡീസൽ വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് ഏപ്രിൽ മാസത്തിലെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ആഗോള പ്രതിസന്ധിക്കിടയിലും ഇന്ത്യ ഇന്ധന വിലക്കയറ്റം പിടിച്ചു നിർത്തിയെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പെട്രോൾ, ഡീസൽ വില വർദ്ധിപ്പിച്ച് ജനങ്ങൾക്ക് മേൽ അമിത ഭാരം കേന്ദ്രം അടിച്ചേൽപ്പിക്കുമെന്ന വിമർശനവും പ്രതിപക്ഷം ശക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ ഡീസലിൻ്റെയും വിമാന ഇന്ധനത്തിൻ്റെയും ഒക്കെ തന്നെ കയറ്റുമതി തീരുവ കേന്ദ്ര സർക്കാർ കുറച്ചിരിക്കുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ദേശീയപാതകളിലെ റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിനും റോഡുകളുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് അമിത ഭാരം കയറ്റുന്ന വാഹനങ്ങൾക്കെതിരെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ NHAI കർശന നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ നിയമപരിഷ്കാരങ്ങൾ പ്രകാരം നിശ്ചിത പരിധിയിൽ കൂടുതൽ ഭാരം കയറ്റുന്ന വാഹനങ്ങൾ ടോൾ പ്ലാസകളിൽ ഉയർന്ന തുക പിഴയായിട്ട് നൽകേണ്ടി വരും. അനുവദനീയമായിട്ടുള്ള ഭാരത്തേക്കാൾ 10 മുതൽ 40% വരെ അധികമുള്ള വാഹനങ്ങൾ നിലവിലെ ടോൾ നിരക്കിൻ്റെ 2 ഇരട്ടി തുക അത് പിഴയായിട്ട് നൽകണം. എന്നാൽ അധിക ഭാരം 40% മുകളിലാണെങ്കിൽ ടോൾ നിരക്കിൻ്റെ 4 ഇരട്ടി വരെ തുകയാണ് പിഴയായിട്ട് ഈടാക്കുക. ഇതിന് പുറമെ ഫാസ്ടാഗ് സംവിധാനത്തിലെ കൃത്യത ഉറപ്പുവരുത്തുന്നതിനായിട്ട് പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലെ വിവരങ്ങളും അതോടൊപ്പം തന്നെ ഫാസ്ടാഗിലെ വിവരങ്ങളും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അത്തരം ടാഗുകളൊക്കെ തന്നെ മുൻകൂർ മുന്നറിയിപ്പില്ലാതെ തന്നെ ഉടൻ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: പാചകവാതക വില വർധനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ഹോട്ടൽ ഉടമകൾ പണിമുടക്കിലേക്ക് നീങ്ങുകയാണ്. ഈ മാസം 6-ാം തീയതി സംസ്ഥാനത്തെ ഹോട്ടലുകൾ പൂർണ്ണമായിട്ടും അടച്ചിട്ട് പ്രതിഷേധിക്കാനായിട്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ 19 കിലോ തൂക്കമുള്ള വാണിജ്യ സിലിണ്ടറിൻ്റെ വിലയിൽ ഒറ്റയടിക്ക് 993 രൂപ വർദ്ധിപ്പിച്ചത് ഹോട്ടൽ മേഖലയെ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. പുതിയ നിരക്ക് വർധനവ് അത് നിലവിൽ വന്നതോടുകൂടി സിലിണ്ടറുകൾ വാങ്ങുമ്പോൾ ഒന്നിന് 1000 രൂപയോളം അധികം നൽകേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ വ്യാപാരികൾ. അമിതമായ ഈ വിലക്കയറ്റം ഹോട്ടൽ മേഖലയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അറിയിച്ചു. ഒരു ശരാശരി ഹോട്ടലിന് പ്രതിദിനം 4 സിലിണ്ടറുകൾ വരെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഇടത്തരം ഹോട്ടലുകൾക്ക് ഗ്യാസ് ഇനത്തിൽ മാത്രമായിട്ട് മാസം 1.5 ലക്ഷം രൂപയുടെ അധിക ബാധ്യതയാണ് ഇത് ഉണ്ടാക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഒരു തരത്തിലും മുന്നോട്ട് പോകാനായിട്ട് കഴിയാത്ത അവസ്ഥയാണെന്നും അതുകൊണ്ടാണ് കടകൾ അടച്ചിട്ടുള്ള സമരത്തിലേക്ക് നീങ്ങുന്നതെന്നും വ്യാപാരികൾ വ്യക്തമാക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 2000 രൂപ ഇനി എന്നാണ് ഗുണഭോക്താക്കൾക്ക് എത്തുക എന്നുള്ള കാര്യത്തിലൊക്കെ വലിയ ചോദ്യചിഹ്നമായിട്ട് ഇപ്പോൾ അത് തുടരുകയാണ്. മെയ് മാസത്തിലേക്ക് പ്രവേശിച്ചതോടെ ഈ വിഷയത്തിലുള്ള ചർച്ചകൾ ഗണ്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. മെയ് 4-ാം തീയതി സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാനിരിക്കെ ഇന്നലെ മെയ് 2-ാം തീയതി നിലവിലെ മന്ത്രിസഭയുടെ അവസാന യോഗം പൂർത്തിയായി കഴിഞ്ഞു. ഇനി പുതിയ മന്ത്രിസഭ അധികാരമേറ്റെടുത്ത ശേഷം മാത്രമേ അടുത്ത മന്ത്രിസഭാ യോഗവും സുപ്രധാന ഭരണപരമായിട്ടുള്ള തീരുമാനങ്ങളും ഉത്തരവുകളും ഒക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ. അതിനാൽ തന്നെ പെൻഷൻ വിതരണത്തിന് അല്പം കൂടി നമ്മളെല്ലാവരും കാത്തിരിക്കേണ്ടി വരും. LDF അധികാരത്തിൽ വന്നാലും ഇനി UDF അധികാരത്തിൽ വന്നാലും മെയ് 25-നകം പുതിയ മന്ത്രിസഭ രൂപീകരിക്കപ്പെടുമെന്നും അതുകൊണ്ട് തന്നെ മെയ് 25 മുതൽ പെൻഷൻ്റെ വിതരണം പുനരാരംഭിക്കുമെന്നുമാണ് ഇപ്പോൾ പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. ആരാണ് അധികാരത്തിൽ വരുന്നത് എന്ന് 4-ാം തീയതി വരെ കാത്തിരുന്ന് കാണേണ്ടതുണ്ടെങ്കിലും അത് വരാനിരിക്കുന്ന സർക്കാർ ഏതായാലും ക്ഷേമ പെൻഷൻ മുടങ്ങാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ജനങ്ങളുടെ പ്രതീക്ഷ. മുൻപ് 1-ാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനി രൂപീകരിച്ചുകൊണ്ട് എല്ലാ മാസവും 20-നും 30-നും ഇടയിൽ കൃത്യമായിട്ട് പെൻഷൻ നൽകുന്ന രീതിക്ക് തുടക്കമിട്ടത്.
അതിനു മുൻപ് വീടുകളിലേക്ക് മണി ഓർഡറായിട്ട് 4-5 മാസത്തെ തുക ഒരുമിച്ച് നൽകുന്ന രീതിയിലായിരുന്നു നിലനിന്നിരുന്നത്. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏത് മുന്നണി ഭരണത്തിൽ വന്നാലും പെൻഷൻ വിതരണത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ക്ഷേമ പെൻഷൻ 5 വർഷം കൊണ്ട് 3000 രൂപയാക്കുമെന്ന് വാഗ്ദാനങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ പുതിയ സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ ചുരുങ്ങിയത് 100 രൂപയുടേതെങ്കിലും ഒരു വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ട്. മുൻപ് നിലനിന്നിരുന്ന ഇരട്ട പെൻഷൻ സംവിധാനം നിർത്തലാക്കിയത് പലർക്കും പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട്. ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് ലഭിക്കുന്ന പെൻഷനോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും വാങ്ങിയിരുന്നവർക്ക് ഇപ്പോൾ ഒരു പെൻഷൻ മാത്രമേ പൂർണ്ണമായിട്ട് ലഭിക്കുന്നുള്ളൂ. പ്രത്യേകിച്ചും കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെയൊക്കെ തന്നെ അവസ്ഥ അതിദയനീയമാണ്. കാരണം 18 മാസത്തെ കുടിശ്ശികയിൽ 5 മാസത്തെ തുക ഇലക്ഷന് മുൻപ് നൽകിയെങ്കിലും ബാക്കി 13 മാസത്തെ തുക ഇനിയും ലഭിക്കാനുണ്ട്. മറ്റുള്ളവർക്ക് 2000 രൂപ ലഭിക്കുമ്പോൾ ഇവർക്ക് വെറും 600 രൂപ കൊണ്ട് തൃപ്തിപ്പെടേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഇത്തരത്തിൽ അതിനായി കാത്തിരിക്കേണ്ടി വരുന്നത് വലിയ വിവേചനമാണ്. പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇത്തരം ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുമോ എന്നും ഇത്തരത്തിൽ മുടങ്ങിക്കിടക്കുന്ന ഈ കുടിശ്ശികകൾ അത് കൃത്യമായിട്ട് വിതരണം ചെയ്യുമോ എന്നും തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ഏപ്രിൽ മാസത്തിലെ റേഷൻ വിഹിതം ഇതുവരെ കൈപ്പറ്റാത്തവർക്ക് മെയ് 5 വരെ അത് വാങ്ങാവുന്നതാണ്. ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം മെയ് 5-ാം തീയതി വരെ നീട്ടിയ സാഹചര്യത്തിലാണ് ഇത്. മെയ് 6-ന് സംസ്ഥാനത്തെ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. മെയ് 7 മുതൽ ഈ മെയ് മാസത്തിലെ റേഷൻ ആനുകൂല്യങ്ങളുടെ വിതരണം ആരംഭിക്കുന്നതാണ്. ഏപ്രിൽ മാസത്തിൽ മെയ് മാസത്തെ റേഷൻ കൂടി മുൻകൂട്ടി വാങ്ങാത്തവർക്ക് മെയ് 7 മുതൽ അത് തുടർന്ന് വാങ്ങാൻ സാധിക്കും. കൂടാതെ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ക്വാർട്ടറിലേക്ക് അനുവദിച്ചിട്ടുള്ള മണ്ണെണ്ണ വിഹിതവും കാർഡുടമകൾക്ക് ഇപ്പോൾ കൈപ്പറ്റാവുന്നതാണ്. ചുരുക്കത്തിൽ മെയ് 5 വരെ റേഷൻ കടകളിൽ എത്തിയാൽ ഏപ്രിൽ മെയ് മാസങ്ങളിലെ വിഹിതം അത് ഒന്നിച്ച് വാങ്ങാനായിട്ട് സാധിക്കും. മഞ്ഞ കാർഡ് ഉടമകൾക്കാണെങ്കിൽ മെയ് 5 വരെ 60 കിലോ അരിയും 2 കിലോ ഗോതമ്പും 6 പാക്കറ്റ് ആട്ടയും വരെ ലഭിക്കാൻ സാധ്യതയുണ്ട്. അത് 2 മാസത്തെ വിഹിതം ലഭിക്കുന്നവർക്കാണ് പറഞ്ഞത്. എന്നാൽ മെയ് 6-ാം തീയതി മുതൽ മെയ് മാസത്തെ മാത്രം വിഹിതമായിട്ടുള്ള 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും 3 പാക്കറ്റ് ആട്ടയുമാണ് ലഭിക്കുക. ഇനി പിങ്ക് കാർഡിൻ്റെ കാര്യമെടുത്താൽ മെയ് 5 വരെ ഓരോ കാർഡിനും 8 കിലോ അരിയും 2 കിലോ ഗോതമ്പ് വരെ ലഭിക്കും. എന്നാൽ 6-ാം തീയതി മുതൽ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും എന്ന നിലയിലായിരിക്കും വിതരണം ഉണ്ടാവുക. ഗോതമ്പിൻ്റെ അളവിലൊക്കെ തന്നെ കുറവ് വരുത്തി പകരം ആട്ട നൽകുന്ന രീതിയും നിലവിലുണ്ട്. ഇനി നീല വെള്ള കാർഡ് ഉടമകൾക്കാണെങ്കിൽ സമാനമായ മാറ്റങ്ങൾ ബാധകമാണ്. മെയ് 5 വരെ നീല കാർഡ് ഉടമകൾക്കാണെങ്കിൽ 4 കിലോ അരിയും അതുപോലെ കാർഡിന് 5 കിലോ സ്പെഷ്യൽ അരിയും വരെ ലഭിക്കുമെങ്കിൽ 6-ാം തീയതി മുതൽ ഇത് 2 കിലോ അരിയും 3 കിലോ സ്പെഷ്യൽ അരിയുമായിട്ട് മാറും. ഇനി വെള്ള കാർഡ് ഉടമകളാണെങ്കിലോ അവർക്ക് 2 മാസത്തെ വിഹിതമായിട്ട് 10 കിലോ അരി വരെ ലഭിച്ചിരുന്നത് മെയ് 6-ന് ശേഷം അത് 4 കിലോ ആയിട്ട് കുറയും. കൂടാതെ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ക്വാർട്ടറിലേക്ക് മഞ്ഞ കാർഡിന് 1 ലിറ്റർ മണ്ണെണ്ണയും മറ്റു കാർഡുകൾക്ക് 1/2 ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് മെയ് ദിനത്തിലെ നാടകീയ നിരക്കുകൾക്ക് പിന്നാലെ സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തി. ശനിയാഴ്ച മെയ് 2-ാം തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 30 രൂപ കൂടി 13,835 രൂപയും പവന് 240 രൂപ കൂടി 1,10,680 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഇവിടെ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.